Hello everyone, welcome back to Xylem Learning. Anuma Miss ആണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റേഴ്സ് നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പ്രശ്നമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മറന്നു പോവുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ റിവൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. റിവൈസ് ചെയ്യാത്തിടത്തോളം കാലം മറന്നു പോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഒന്ന് ഫ്രഷൻ അപ്പായിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്തായാലും തറലി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നുപോയി നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്ത് അവസാനം നമ്മൾ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് കളയും അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ഏതൊക്കെ ഓർഗൻസ് ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കണ്ടേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കുന്നതിലൂടെ ആ ഒരു കാര്യം ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ ക്ലിയർ ആക്കി വെക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, where do you think the food must be going after you put in your mouth? അപ്പം നമ്മൾ കഴിക്കുന്ന സമയത്ത് അല്ലേ, നമ്മളിപ്പോൾ ഒരു ചോറ് കഴിച്ചാലോ നമ്മളൊരു പൊറോട്ട കഴിച്ചു കഴിഞ്ഞാലോ നമ്മൾ കഴിക്കുന്ന സമയത്ത് അല്ലേ ആദ്യം നമ്മളത് മൗത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്യാം. മൗത്തിൽ വെച്ചിട്ട് സലൈവയായിട്ട് മിക്സ് ചെയ്യും അല്ലേ, സലൈവയായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും അല്ലേ. നമ്മൾ ടീത്തൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിച്ച ആഹാരത്തിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നീട് ആ ഫുഡ് എന്തായി മാറുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ട്. പക്ഷെ നമ്മൾക്കത് മനസ്സിലാവണം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മൗത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ശേഷം അതിങ്ങനെ ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അല്ലേ. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ത്രോട്ട്, തൊണ്ട എന്ന് പറയില്ലേ, യെസ്. അതിനുശേഷം ഒരു കുഴല് പോലുള്ള ഭാഗം നിങ്ങൾ കണ്ടോ, ദിസ് ഈസ് കോൾഡ് ആസ് ഈസോഫാഗസ്, മലയാളത്തിൽ അന്നനാളം എന്ന് പറയും. ഒരു കുഴലാണ് അല്ലെ, ഇതിലൂടെ കടന്നു പോകും. ദെൻ ഇറ്റ് റീച്ചസ് ടു സ്റ്റോമക്. എങ്ങോട്ടേക്ക് എത്തുന്നത്, സ്റ്റോമക്. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം, നമ്മളൊരു ആരോ മാർക്ക് പോലെയോ അല്ലെങ്കിൽ ഓരോന്നും പെർട്ടിക്കുലർലി എഴുതാൻ നമുക്കറിയണം. മൗത്തുനിന്ന് ഫാരിങ്സ്, പിന്നെ പോകുന്നത് എങ്ങോട്ടേക്കാ, ഈസോഫാഗസ്. ഈസോഫാഗസ് കഴിഞ്ഞാൽ എന്താന്ന് മറക്കരുത്, സ്റ്റോമക് ആണ്. അപ്പം നമ്മുടെ ഡൈജഷൻ്റെ വലിയൊരു ശതമാനം കാര്യവും നടക്കുന്നത് ഇതാ ഈ ഒരു സ്റ്റൊമക്കിനെ കണ്ടോ നിങ്ങൾ. നമ്മൾ ഈ ഒരു ഫുഡ് അല്ലേ ഇതുവരെ പോയി കഴിഞ്ഞാൽ ഒരു ഫുഡ് ഒരു 3 to 4 hours പിന്നെ കിടക്കുക എവിടെയാ, ഈ സ്റ്റൊമക്കിലാണ്. ഈ സ്റ്റൊമക്കിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകും, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിലേക്ക് പോകും. അപ്പോൾ ചെറുകുടലിൻ്റെ വലുപ്പം ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയോ, നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 5 to 6 meters ഉണ്ട്. അതിങ്ങനെ കോൾ ചെയ്ത് കിടക്കുകയാണ് നമ്മുടെ വയറിൻ്റെ താഴേക്ക് അല്ലേ. അപ്പോൾ എന്താണ്, അത്രയും ഭാഗത്ത് കൂടെ ഫുഡ് ഇങ്ങനെ പോവും. ആ പോകുന്ന വഴിക്കൊക്കെ കുറേ വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അബ്സോർബ് ആവും. ശേഷം എങ്ങോട്ടേക്കാണ് പോകുന്നത്, ലാർജ് ഇൻറ്റസ്റ്റൈൻ. എങ്ങോട്ടാ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് എങ്ങോട്ടേക്കാണ് നോക്കിക്കേ നിങ്ങൾ, പിന്നെ പോകുന്നത് റെക്റ്റത്തിലേക്കാണ്. റെക്റ്റം എന്ന് പറഞ്ഞാൽ മലാശയം അല്ലേ. നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന മാറ്ററില്ലേ, അത് ആ റെക്റ്റത്തിലുള്ളതെന്ന് ആനസിലൂടെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിന് ശേഷം ഉള്ള ഭാഗമാണ് മിസ് ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡൗട്ടും ഇല്ലാതെ എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഓർത്ത് വെക്കണം. കാരണം ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രധാനപ്പെട്ട ഭാഗമാണ്. സ്റ്റൊമക്കിലാണ്, ഇവിടെയാണ് നമുക്ക് വേണ്ട ഡൈജസ്റ്റീവ് എൻസൈംസ്, അതേപോലെ തന്നെ നമ്മുടെ ആസിഡ് ആയിട്ടുള്ള HCl ഇതൊക്കെ പ്രസൻറ്റ് സ്റ്റൊമക്കിലാണ്. അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡിൻ്റെ പാസേജിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതിക്കോളാം, ഒരു കൺഫ്യൂഷനും ഇനി വേണ്ട. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.